നമ്മുടെ നാട്ടിലെ വലിയ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ കോർപ്പറേറ്റുകൾ വിലയ്ക്ക് വാങ്ങുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ ആരും ശ്രദ്ധിക്കാതെ വളർന്നുവരുന്ന ഒരു അദൃശ്യമായ സാമ്രാജ്യമുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു വശത്ത് ചികിത്സാ ചെലവുകൾ സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത വിധം ഉയരുന്നു. മറുവശത്ത് ആ ചെലവ് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനികൾ വരുന്നു. ഇതൊരു യാദൃശ്ചികതയാണോ, അതോ ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും ചേർന്ന് നിർമ്മിച്ച ഒരു കൃത്യമായ ബിസിനസ് സർക്കിളാണോ? ഇൻഷുറൻസ് ഇല്ലാത്തവൻ ചികിത്സ കിട്ടാതെ പുറത്താവുകയും ഇൻഷുറൻസ് ഉള്ളവർ ആയുഷ്കാലം മുഴുവൻ പ്രീമിയം അടച്ച് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ അവസ്ഥ. സാധാരണക്കാരായ നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തെയാണ്. എന്നാൽ ഈ ഒരു സിസ്റ്റത്തെ ശ്വാസം മുടിച്ചു കൊല്ലുന്ന ഒരു സൈലന്റ് കൊലയാളിയാണോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം? നേരിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി വന്ന് സർക്കാർ ആശുപത്രികൾ വിലയ്ക്ക് വാങ്ങുന്ന രീതി ലോകത്ത് അത്ര സാധാരണയല്ല. എന്നാൽ ഗവൺമെന്റ് ഹെൽത്ത് സിസ്റ്റത്തെ തകർത്ത് ഇൻഷുറൻസ് ലോബികൾ അധികാരം പിടിച്ചെടുത്തതിന് ഏറ്റവും വലിയ ഉദാഹരണം അമേരിക്ക തന്നെയാണ്. ഒരു കാലത്ത് അമേരിക്കയിലും സാധാരണക്കാർക്ക് പ്രാപ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇൻഷുറൻസ് കമ്പനികളാണ് അവിടുത്തെ ആരോഗ്യം നിയന്ത്രിക്കുന്നത്. അതായത് ആശുപത്രികൾ ബില്ലുകൾ കൂട്ടി, ഇൻഷുറൻസ് കമ്പനികൾ ആ ബില്ലുകൾക്കനുസരിച്ച് പ്രീമിയവും കൂട്ടി. ഇന്ന് അമേരിക്കയിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ചെറിയ സർജറി വരികയാണെങ്കിൽ അയാൾ പാപ്പരാകും. സർക്കാർ നൽകുന്ന മെഡിക്കെയ്ഡ് പോലുള്ള പദ്ധതികൾ പോലും വലിയ ഇൻഷുറൻസ് കമ്പനികളാണ് പല സ്റ്റേറ്റുകളിലും നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ ആരോഗ്യ സംവിധാനമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് NHSനുള്ള ഫണ്ടുകൾ കുറയ്ക്കുന്നത് മൂലം ആശുപത്രികളിലെ ഗുണനിലവാരം കുറയുന്നു എന്നതാണ് അവിടുത്തെ ആരോപണം. സ്വാഭാവികമായും ആളുകൾ മടുത്ത് സ്വകാര്യ ഇൻഷുറൻസുകളെ ആശ്രയിക്കാൻ തുടങ്ങിയോടെ ഇതിനെ സ്റ്റാർവ്ഡ് ബീസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു പൊതു സംവിധാനത്തിന് ഫണ്ട് നൽകാതെ അതിനെ പട്ടിണിക്കിട്ട് കൊല്ലുക, എന്നിട്ട് അത് കാര്യക്ഷമമല്ല എന്ന് വരുത്തി തീർത്ത് സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുക. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഇൻഷുറൻസ് കമ്പനികളെ സർക്കാർ ആശുപത്രികൾ ഏറ്റെടുക്കുന്നതിന് പകരം അവർ കാർഡ് സിസ്റ്റം വഴിയാണ് കടന്നുകൂടുന്നത്. സർക്കാർ ഫണ്ട് നേരിട്ട് ആശുപത്രികൾക്ക് നൽകുന്നതിന് പകരം ഇൻഷുറൻസ് പ്രീമിയമായി നൽകുന്നു. ഇത് സർക്കാർ ആശുപത്രികളെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവരാക്കി മാറ്റുന്നു. ഭാവിയിൽ സർക്കാർ നേരിട്ട് ചികിത്സ നൽകുന്നതിന് പകരം എല്ലാവർക്കും ഇൻഷുറൻസ് കാർഡ് നൽകുകയും ആ കാർഡ് ഉപയോഗിച്ച് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാം. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ പല സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ആശുപത്രികൾക്ക് നൽകേണ്ട ഫണ്ട് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് പ്രീമിയമായി ഒഴുകുന്നുണ്ട്. ഫണ്ട് കുറയുമ്പോൾ സർക്കാർ ആശുപത്രികൾ തകരുകയും സ്വാഭാവികമായും ആളുകൾ ഇൻഷുറൻസുമായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും സംഭവിച്ചത് നമ്മുടെ നാട്ടിലും ആവർത്തിക്കുകയാണോ? അതായത് സർക്കാർ ആശുപത്രികൾക്കുള്ള ഫണ്ടുകൾ വെട്ടിക്കുറക്കുക, ചികിത്സാ നിലവാരം കുറയുന്നു എന്ന് വരുത്തി തീർക്കുക, ആ വിടവിലേക്ക് വലിയ ഇൻഷുറൻസ് ലാഭങ്ങളുമായി കോർപ്പറേറ്റുകളെ ക്ഷണിക്കുക. അമേരിക്കയിൽ ഇന്ന് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവൻ ആശുപത്രിയിലെ പടി കടക്കാൻ പോലും ഭയപ്പെടുന്നത് പോലെ പടിപടിയായി നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനങ്ങളും സ്വകാര്യ കമ്പനികളുടെ ലാഭക്കണ്ണുകൾക്ക് കീഴിലാകുകയാണോ?